നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതിൽ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട് ഇത് BEd അതേപോലെ തന്നെ TTC ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുള്ളാവും. അതോടൊപ്പം തന്നെ ഈ മറ്റ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇത് യൂസ്ഫുള്ളാവുന്ന ഒരു ഇതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് മാനേജ്മെൻറ്റ്? എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് മാനേജ്മെൻറ്റ് നിർവചിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: ഒരു നിശ്ചിത ഉദ്ദേശത്തിൻ്റെ നിർവഹണം പ്രവർത്തനക്ഷമമാക്കുകയും അതോടൊപ്പം തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു നിശ്ചിത ഉദ്ദേശത്തിൻ്റെ നിർവഹണം പ്രവർത്തനക്ഷമമാക്കുകയും മേൽനോട്ടം നിർവഹിക്കുക എന്ന ഒരു പ്രക്രിയ. ഓക്കെ, ഒരു നിശ്ചിത ഉദ്ദേശം അവിടെ കാണും, ഒരു എയിം കാണും. അതിനെ നേടിയെടുക്കുന്നത്, ആ ഒരു നിശ്ചിത ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനക്ഷമമാകാനും മേൽനോട്ടം വഹിക്കാനും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊഴിലാളികൾക്കും മറ്റു ജീവനക്കാർക്കും പരമാവധി അഭിവൃദ്ധിയും സന്തോഷവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായ മികച്ച സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതും ഇതിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉൾക്കൊള്ളുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ ആദ്യം ഒരു മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതേപോലെ തന്നെ ക്രമീകരണം, പ്രവർത്തനക്ഷമമാക്കൽ, നിയന്ത്രിക്കൽ, ഇങ്ങനെയുള്ള ഉൾക്കൊള്ളുന്ന ഇത്രയും മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകളാണ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ആസൂത്രണം, ക്രമീകരണം, പ്രവർത്തനക്ഷമമാക്കൽ, നിയന്ത്രിക്കൽ എന്ന് പറയുന്നത്. അടുത്ത് മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളിലൂടെ തീരുമാനമെടുക്കുകയും അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മാനേജ്മെൻറ്റ് ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് കുറേ ലക്ഷ്യങ്ങൾ കാണും, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കുറേ ലക്ഷ്യങ്ങൾ കാണും. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ അതിന് വിജയത്തിലോട്ട് നയിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാനേജ്മെൻറ്റിനെ പറ്റി ഹറോൾഡ് കുങ്സ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവും. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ പെർഫോം ആൻഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ക്യാൻ കോഓപ്പറേറ്റ് ടുവേഴ്സ് അറ്റൈൻ ഓഫ് എ ഗോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ കാര്യക്ഷമമായിട്ടും സംഘമായിട്ടും പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൃത്യമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ അല്ലെങ്കിൽ രണ്ട് പേരുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ മാനേജ്മെൻറ്റിനെ അവർ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നുള്ളൂ. പ്രധാനമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമായിട്ടാണ് മാനേജ്മെൻറ്റ് നമുക്ക് ബന്ധപ്പെട്ട് പറയാമെങ്കിലും വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാനേജ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, നമുക്ക് പൊതുവായിട്ട് നമ്മളൊരു സ്ഥാപനത്തിലാണ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ അതൊരു സ്കൂളാവാം അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളാവാം, എന്തായാലും ആ മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെല്ലാം അവിടെ കാണും. പക്ഷെ എങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിലും മാനേജ്മെൻറ്റിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഈ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രാധാന്യം കൈവരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവത്തോട് കടന്നുവരോട് കൂടിയാണ്. വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും അച്ചടക്കവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും അച്ചടക്കവും മാനേജ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പ്രവർത്തനങ്ങളുടെ ചലനാത്മകമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനങ്ങൾ വളരെയധികം ചലനാത്മകമായിട്ട് ഒരു വശമാണ് മാനേജ്മെൻറ്റ്. കാരണം മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ചലനാത്മകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥാനത്ത് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ മാനേജ്മെൻറ്റിലെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ ബന്ധം, അതേപോലെ അവരുടെ ഒരു ഡിസിപ്ലിൻ, ഇതെല്ലാം മാനേജ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഏതൊരു പരിപാടി നമുക്ക് വിജയത്തിൻ്റെ അളവെന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങൾ, വളരെ വ്യത്യസ്ത തരത്തിലുള്ള റിസോഴ്സസിൻ്റെ ഒരു ഏകോപനത്തെ നമ്മൾ ആശ്രയിച്ചിരിക്കും. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് ഒരു പഠന മേഖലയായിട്ട് ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ,
ഇവിടെയും വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികളുടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രയത്നങ്ങൾ ആവശ്യമാണ്. ചിട്ടയായ ഒരു ചിന്താരീതിയും ആശയങ്ങളുടെ അച്ചടക്കവും നടപ്പിലാക്കാനുള്ള പ്രാഗൽഭ്യമാണ് വേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ചിട്ടയായ പ്രവർത്തന രീതി നമുക്ക് വിശേഷിപ്പിക്കാം. ഏത് തരത്തിലുള്ള സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന ഒന്നാണ് മാനേജ്മെൻ്റ് എന്ന് നമുക്കറിയാം. അപ്പം സ്വാഭാവികമായിട്ട് കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശവും സാമൂഹിക പ്രതിബദ്ധതയും നിറഞ്ഞ ഒരു പ്രവർത്തനം ആണ് ഈ മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്നത്. മനുഷ്യ പുരോഗതി ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് മേഖലയിലാണോ, ഏത് മേഖലയിൽ ഏത് മേഖലയായാലും, ഇപ്പോൾ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും അല്ലെങ്കിൽ മറ്റ് ബാങ്ക് ആയാലും എവിടെ ആയാലും ഇതിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പുരോഗതി തന്നെയാണ്. മാനേജ്മെൻറ്റ് എന്ന പ്രവർത്തനത്തെ ഒരു കലയായി നമുക്കൊരു ഇറ്റ്സ് ആൻ ആർട്ട്, നമുക്കൊരു ആർട്ടായിട്ടും ആർട്ട് ഓഫ് സയൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാണാം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, അടുത്ത് വ്യത്യസ്ത കഴിവുകളുള്ള വ്യക്തികളെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വ്യത്യസ്ത കഴിവിലുള്ള ആൾക്കാരത് ഇവിടെ അടങ്ങി. അവരുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, ചലനാത്മകത, ഇതൊക്കെ ഉള്ളൊരു സവിശേഷത ഉള്ള ഒരു തുടർ പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാനേജ്മെൻറ്റ് ഇവിടെ എന്ന് വെച്ചാൽ മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി, മാനവികതയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. ഒരു മാനേജ്മെൻറ്റ് വരുമ്പോൾ മാനവികതയ്ക്കും മാനവികതരമായ പ്രവർത്തനങ്ങൾക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കൂളിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് പറയുകയാണെങ്കിൽ മാനവികതയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയിൽ ഉൾപ്പെടുന്നത് അധ്യാപകർ, അവിടുത്തെ സ്റ്റുഡൻസ്, അവിടെ അഡ്മിനിസ്ട്രേഷനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, തുടങ്ങിയ ആൾക്കാരെല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, മാനവികതയിൽ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ മാനവികേതരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും, അതായത് നമുക്കറിയാം ലാബുകളുണ്ട്, ലൈബ്രറി ഉണ്ട്, മ്യൂസിയം, പ്ലേ ഗ്രൗണ്ട്, ഇതെല്ലാം മാനവികത. പക്ഷേ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ അന്തിമമായ ഒരു ലക്ഷ്യം എടുക്കുക എന്നുള്ളതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഈ വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നമുക്ക് പറയാം. ഇതിന് ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രമീകൃതവും അതുപോലെ തന്നെ വ്യതിരക്തവുമായ പ്രവർത്തനങ്ങളാണ്. അതായത് ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കണം, ആക്ടിവിറ്റി ആൻഡ് ഡിസ്ട്രിക്റ്റീവ് പ്രോസസ്സ് ആയിരിക്കണം. ഓക്കെ, ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഓർഗനൈസ്ഡ് ആയിരിക്കണം, വളരെ ആക്റ്റീവ് ആയിരിക്കണം, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സ്. അതാണ് വ്യതിരക്തമായിട്ടുള്ള പ്രവർത്തനമായിരിക്കണം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശാസ്ത്രവുമാണ്, അതോടൊപ്പം തന്നെ ഒരു കലയാണ്. ഓക്കെ, ആ സയൻസ് ആൻഡ് ആർട്ട് എന്നാണ് പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന്. കാരണം ഇവിടെ സയൻറ്റിഫിക് വശങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ മാനവിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ആർട്ടായിട്ടും തീർന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സലാണ്, അല്ലെങ്കിൽ സർവ്വലൗകികമായിട്ടുള്ള തത്വങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള യൂണിവേഴ്സലായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു പ്രകൃതമാണെന്നാണ് ഇത് പറയുന്നത്. അതുപോലെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇതാണ്, അതായത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. മുൻകൂട്ടി നമ്മൾ കുറേ ലക്ഷ്യങ്ങൾ അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഈ പ്രക്രിയ മാനവികേതരമായ വിഭവങ്ങളെ, ഹ്യൂമനാണ് അതർ റിസോഴ്സ്, നമ്മൾ പറഞ്ഞു മാനവിക വിഭവങ്ങളും മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുക, അതേപോലെ തന്നെ മാനവികേതര വിഭവങ്ങളും ഒരു മാനേജ്മെൻറ്റ് പാർട്ടാണ്. ഏതൊരു സ്ഥാപനത്തിൻ്റെ മികവിന് പിന്നിലും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവും. അവയുടെ ധർമ്മങ്ങൾ എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സാധ്യമായ എല്ലാ വിഭവങ്ങളുടെയും വികസനം മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, എല്ലാ വിഭവങ്ങളും നമുക്ക് കിട്ടുന്ന എല്ലാ റിസോഴ്സസും, ഇവിടെ ഹ്യൂമൻ റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ മാനവികേതര വിഭവങ്ങളാവാം. ഇവയെല്ലാം തന്നെ ഒരു മാനേജ്മെൻറ്റ് വികസനത്തിൽ ഉൾപ്പെടുന്ന വിഭവങ്ങളാണ് അല്ലെങ്കിൽ റിസോഴ്സസ് ആണ്. അതേപോലെ നവീനമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വഴി ഓരോ സ്ഥാപനത്തിനും മികവിൻ്റെ പാതയിലേക്ക് ഉയരുവാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകോർപ്പറേറ്റ് ഇന്നോവേഷൻ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ഇന്നോവേഷൻസൊക്കെ കടന്നു വരുന്ന വഴി അത് വളരെ ഒരു ഡെവലപ്പിംഗ്, ഒരു വളരെ നല്ല രീതിയിലൊരു മികവിൻ്റെ പാതയിലോട്ട് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇത് മാനേജ്മെൻറ്റിന് അവരുടെ ധർമ്മങ്ങളാണ് പറയുന്നത്. അടുത്ത് ഇന്നോവേഷൻ വേണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സസിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത് ഇന്നോവേഷൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എല്ലാത്തരം വിഭവങ്ങളെയും കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നുള്ളത്, അതായത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, നമുക്ക് ഇഷ്ടംപോലെ വിഭവങ്ങൾ കാണാം. ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇവയെല്ലാം കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നിശ്ചിത സമയക്രമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമതയോടെ നടപ്പിലാക്കേണ്ട ഒരു അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയക്രമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുക. ഒരു ടാസ്ക്
എന്ന് പറയുന്നത് ഒരു 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 പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ നടപ്പിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിൻ്റെ നമുക്കറിയാം, സ്കൂളിൽ പ്രധാനമായിട്ട് സ്കൂളിലൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു മാസ്റ്റർ ടൈം ടേബിൾ കാണാം. അപ്പോൾ കൃത്യമായിട്ട് ഒരു അക്കാദമിക് ഇയറിൽ അവർ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ അത് കൃത്യമായി ടൈം പീരീഡിൽ നടത്തുക എന്നുള്ളത് മാനേജ്മെൻറ്റ് വലിയൊരു ദൗത്യമാണ്, ഓക്കെ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ധർമ്മമാണ്. അടുത്ത എല്ലാവരെയും സമഭാവനയോടെ കാണുവാനും പ്രവർത്തനങ്ങളെ സമീചിതമായി ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, വ്യത്യസ്ത കഴിവുള്ള ആൾക്കാരെ ഉൾക്കൊള്ളുന്നതാണ് മാനേജ്മെൻറ്റ് എന്നത്, വ്യത്യസ്ത കഴിവുകൾ ഉൾപ്പെടുന്നതാണ് മാനേജ്മെൻറ്റ് എന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ ഉള്ളിലുള്ള പലതരത്തിലുള്ള എന്താ പറയുക ആൾക്കാരെ അവരെ ഒരേപോലെ കൊണ്ടുവരാൻ, അവരെ ഓർഗനൈസ് ചെയ്ത് അവരെ വളരെയധികം ക്രോഡീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളൊരു ചുമതല മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 5 ധർമ്മങ്ങൾ പഠിക്കുക. ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. രണ്ടാമത്തത് ഇന്നോവേഷൻസ്, ഓക്കെ, ആസൂത്രണം വഴി പുതിയ പുതിയ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ തന്നെ റിസോഴ്സസിനെ വളരെ യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇതാണ്. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക, ഒരു സമയക്രമീകരണത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അവസാനത്തത് സെൻസ് ഓഫ് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക, മനസ്സിലായി, എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവും മാനേജ്മെൻറ്റ് ധർമ്മങ്ങളിൽ. ഇനി മാനേജ്മെൻറ്റ് ധർമ്മങ്ങളെ താഴെ പറയുന്ന പ്രകാരം നമുക്ക് വിശദീകരിക്കാം. ഒരു സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ സംഘടനയിലുള്ള വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യപൂർത്തിക്കാൻ സാധ്യമാകുന്ന എന്താ പറയുക, ലക്ഷ്യപൂർത്തിക്കാൻ സാധ്യമാക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മങ്ങളെ നമുക്ക് ഫംഗ്ഷൻസ് എന്ന് പറയാം, ഓക്കെ. ഫംഗ്ഷൻസ് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 5 ഫംഗ്ഷൻസിനെ നമ്മൾ ഓരോരോ പോയിൻ്റായിട്ട് വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്കെ. മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു പ്ലാനിങ്. അപ്പോൾ ഒരു കാര്യം മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലൊരു ആസൂത്രണം വേണം, ഓക്കെ. അതില്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ആ ഒരു മാനേജ്മെൻറ്റ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായൊരു പ്ലാനിങ് അവിടെ വേണം. ഓരോ പ്രവർത്തനങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓക്കെ. ഇപ്പോൾ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നിരവധി പ്രശ്നങ്ങൾ ചിലപ്പം കാണാം, അല്ലെങ്കിൽ നിരവധി വെല്ലുവിളികൾ അവിടെ ചലഞ്ചസ് അവിടെ കാണാം. ആ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുക, അവ ഓവർകം ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൻ്റെ മികവാർന്ന ഒരു പ്രവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങളെ കൃത്യമായി ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ദൗത്യമാണ്. ഇനി അടുത്ത ക്രമീകരണം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ക്രമീകരണം, ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കൃത്യമായി ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓക്കെ. ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും നൽകേണ്ട ഉത്തരവാദിത്തം കൃത്യമായി തീരുമാനിക്കുകയും അതിൻ്റെ ക്രമീകരണത്തിനായി വ്യത്യസ്ത തലങ്ങളിലേക്ക് ഉള്ള വ്യക്തികൾക്ക് അഭിവചിക്കുന്നത്. ഇതൊരു വലിയൊരു ക്രമീകരണം, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു മാനേജ്മെൻറ്റ് വലിയൊരു ധർമ്മമാണ്, ഓക്കെ. നമുക്കറിയാം, നമ്മളിവിടെ പറഞ്ഞായിരുന്നു വ്യത്യസ്ത സർഗാത്മകതയുള്ള ക്രിയേറ്റിവിറ്റിയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറഞ്ഞ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു സ്ഥാപനത്തിലെ വ്യക്തികൾക്ക് ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതിനനുസരിച്ച് ഓരോ വ്യക്തികളെ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ധർമ്മത്തിൽ നമുക്ക് ഉൾപ്പെടുക. ഇനി അടുത്ത സ്റ്റാഫുകളെ വിന്യസിക്കൽ എന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നതാണ്. ഓരോ സ്ഥാപനത്തിന് നമുക്ക് വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്, അല്ലേ. മാനവവിഭവശേഷിയെ വളരെയധികം നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, കൃത്യമായ രീതിയിൽ വിനിയോഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓരോ ജോലിക്കും പ്രാപ്തമായ വ്യക്തികളെ അവരുടെ അറിവുകളുടെയും കഴിവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമിക്കുകയാണ് അവർക്ക് ആ സ്ഥാപനത്തിലുള്ള മികവിനായിട്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങൾ കണ്ടെത്തി കൊടുക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി അവരെ എന്ത് ചെയ്യുക, ഓരോ വ്യക്തികളെയും വ്യത്യസ്ത തലങ്ങളിലേക്ക് വിഭജിച്ച് നൽകുന്നത് പോലെ തന്നെ ഓരോ വ്യക്തികളുടെയും കഴിവിനനുസരിച്ച് അറിവിനനുസരിച്ച് എന്ത് ചെയ്യുക, അവരെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തി അവരെന്ത് ചെയ്യുക, സ്റ്റാഫുകളെ ഓരോ സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കുക എന്നുള്ളത് ആണ് ഈ പറഞ്ഞ സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രമീകരണം, സ്റ്റാഫിംഗ്, നമ്മൾ 3 പഠിച്ചു, ആസൂത്രണം, പ്ലാനിങ്, അതേപോലെ തന്നെ സ്റ്റാഫിംഗ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്, ഓക്കെ. നമുക്കറിയാം, മാനേജ്മെൻറ്റിന് എപ്പോഴും ഒരു തലവൻ ഉണ്ടായിരിക്കും, അല്ലേ. ഒരു മെയിനായിട്ടുള്ള ഒരു വ്യക്തി കാണും. അപ്പോൾ ആ വ്യക്തിയുടെ ആയിരിക്കും പ്രധാനമായിട്ട് ഓരോ കാര്യങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകും. ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഒരു നിർദ്ദേശങ്ങൾ നൽകും. ഓരോ പ്രവർത്തനത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്റ്റാഫുകൾക്ക് നൽകുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവരെ അഭിപ്രായം അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓക്കെ. ഇതിന് വളരെ നേതൃത്വ പാഠമുള്ള, വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി, വളരെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തി, വളരെ സ്കില്ലുള്ള വ്യക്തി, ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ നിർദ്ദേശം നൽകൽ ഇവിടെ പ്രാപ്തമാക്കുന്നുണ്ട്, ഓക്കെ, സാധ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ മേഖലയിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഓരോരുത്തരും എന്താണ്, ഈ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ എല്ലാവരും ഈ പറഞ്ഞ
എന്താ പറയുക, കൃത്യമായിട്ടുള്ള ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു നേതൃത്വ പാഠം നിർദ്ദേശങ്ങൾ നൽകാൻ വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ. ഇനി അടുത്ത് നിയന്ത്രിക്കലാണ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ആണ് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രവർത്തനങ്ങൾ എത്രമാത്രം പ്രാപ്തമാക്കാൻ സാധിച്ചുവെന്നും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകാൻ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ട ഘട്ടങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങളെ വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു കൺട്രോളിങ് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മാനേജ്മെൻ്റ് എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റിന് ഒരു ആമുഖം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ് മാനേജ്മെൻറ്റ്, നമ്മളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ഇതിലെന്താണ് മാനേജ്മെൻറ്റ് എന്ന് പഠിച്ചു. മാനേജ്മെൻറ്റിന് പ്രധാനമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ്, ഓക്കെ, അതിൽ നമ്മൾ ആദ്യം പഠിച്ച എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസും അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഹറോൾഡ് കുങ്സിൻ്റെയും 2 ഡെഫിനിഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞായിരുന്നു എന്താണ് മാനേജ്മെൻറ്റിന് 2 തരത്തിലുള്ള മാനവികമായിട്ടും മാനവീയതരമായിട്ടുള്ള 2 വിഭാഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ സവിശേഷതകളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ ധർമ്മങ്ങളെ ഓരോന്നായിട്ട് പഠിച്ചു. ഈ 5 ധർമ്മങ്ങൾ: ആസൂത്രണം, ക്രമീകരണം, അതോടൊപ്പം തന്നെ സ്റ്റാഫുകളെ വിന്യസിക്കലും, അതുപോലെ നിർദ്ദേശങ്ങൾ നൽകലും നിയന്ത്രിക്കലും. ബാക്കി ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.